അവൾ മുൻവശത്തെ വാതിൽ കൂടി പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ദൂരെ എങ്ങോട്ടോ മന്ദാകിനി നടന്നു പോകുന്നത് അവൾ ശ്രദ്ധിച്ചത്. ആ സമയം തന്നെയായിരുന്നു മുറ്റത്തെ മാവിൻചോട്ടിൽ ഒരു മധുര മാമ്പഴം വീണ് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത്. അവൾ ആ മാമ്പഴം എടുത്ത് അടുക്കള വാതിൽ കൂടി പുറത്തേക്കിറങ്ങി. തൊട്ടടുത്ത് തന്നെയായിരുന്നു മാളുവിന്റെ ആ കുഞ്ഞു വീട്. ദുർഗ ആ മാമ്പഴം കൊണ്ടുചെന്ന് അവൾക്ക് കൊടുത്തു. അവളത് വാങ്ങാൻ ഒന്നും മടിച്ചു. ഏയ്, ഇന്നാ വാങ്ങിച്ചോ, ചേച്ചിയല്ലേ തരണേ. ആ മാമ്പഴം വാങ്ങിയാൽ ചിലപ്പോൾ ഇനിയും തല്ല് കിട്ടുമോ എന്ന് പേടിച്ചിട്ടാണ് ആ ഒരു കുഞ്ഞു മനസ്സ് അവളത് വെച്ച് നീട്ടുമ്പോഴും അത് വാങ്ങാതെ പിന്നിലേക്ക് പോകുന്നത്. ദുർഗ ഒരു നിമിഷം തന്റെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ വാരിയെടുത്ത് ശേഷം മതിയോളം ചുംബിച്ചു. എന്നിട്ട് ആ മാമ്പഴം വെച്ച് നീട്ടി. ഇന്ന് ആരും കാണാതെ മോളെടുത്ത് കഴിച്ചോട്ടോ. മാളുവിൽ ദുർഗ കണ്ടത് അവളുടെ ബാല്യത്തെ തന്നെയാണ്. ആഗ്രഹിച്ചതൊന്നും സ്വന്തമാക്കാൻ കഴിയാത്ത ആ ഒരു ബാല്യത്തെ. അവൾ മാളുവിന്റെ കാലിലെ അടികൊണ്ട പാടം നോക്കി. അത് നല്ലപോലെ ചുവന്ന് തടിച്ച് കിടപ്പുണ്ട്. ദുഷ്ടയായ സ്ത്രീ. അവർ എന്നോട് കാണിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പിഞ്ചു കുഞ്ഞിനോടും കാണിച്ചത്. അലമാരയിൽ വെച്ചിരുന്ന കുഴമ്പെടുത്ത് കൊണ്ടുവന്ന് മാളുവിന്റെ കാലിൽ തേക്കുമ്പോഴും അവൾ വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. മോളെ, ഇത് വീട്ടിൽ പറഞ്ഞായിരുന്നോ? ഇല്ല, വീട്ടിൽ പറഞ്ഞിട്ടും കാര്യമില്ല. മാളുവിന്റെ അച്ഛൻ മന്ദാകിനിയുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ പറഞ്ഞാൽ മന്ദാകിനിയുടെ പറമ്പിൽ നിന്ന് മാങ്ങ പെറുക്കിയതിന് തല്ല അവൾക്ക് തന്നെയായിരിക്കും കിട്ടുക എന്ന് ദുർഗ മനസ്സിലാലോചിച്ചു. ആ നിമിഷവും ദുർഗ ചുറ്റും നോക്കി. എപ്പോഴാണ് മന്ദാകിനി പിന്നിൽ വന്ന് നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. മോള് പൊയ്ക്കോ, ചേച്ചി പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞവൾ അകത്തേക്ക് കയറിപ്പോയി. അടുക്കള മുഴുവൻ മീൻവെള്ളം കൊണ്ട് നാറുന്നുണ്ട്. കുളി കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോൾ അവൾ അത് നന്നായി അറിയുന്നുമുണ്ട്. ഒരു ബക്കറ്റിൽ കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുത്തു. പുറത്താരോ വരുന്നത് പോലെ അവൾക്ക് തോന്നി. അത് മന്ദാകിനിയായിരുന്നു. മന്ദാകിനി ഒരു വലിയ തൂക്കുപാത്രം നിറയെ പാലുമായി വന്നിട്ട്, ഡി, ഇത് സൊസൈറ്റി കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. അവിടെ ആണുങ്ങളൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലവാ. എന്റെ മോനെ മയക്കിയെടുത്തതുപോലെ അവരെ കൂടി മയക്കിയെടുത്ത് കൊണ്ടുവരാതെ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേക്കണം. ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. അവൾ ആ തൂക്കുപാത്രം എടുത്തുകൊണ്ട് സൊസൈറ്റിയിലേക്ക് നടന്നു. തൂക്കി പിടിച്ചിരിക്കുന്ന പാത്രം രണ്ട് കൈകളിലായി മാറി മാറി പിടിച്ചു. അതിൽ നല്ല ഭാരം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പാൽ സൊസൈറ്റി എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. രവിയുടെ ഭാര്യയാണ് എന്നൊക്കെ ആരൊക്കെ പറയുന്നത് അവൾ ശ്രദ്ധിച്ചു. അവൾ തലയൽപ്പം താഴ്ത്തി മണ്ണിലേക്ക് നോക്കി നിന്നു. എല്ലാവരും അവളെ തന്നെയാണ് നോക്കുന്നത്. അവളുടെ ചുണ്ടിൽ മുറിഞ്ഞ പാടിതുവരെയും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിലും കാലിലും ശരീരത്തും പല ഭാഗത്തും അടികൊണ്ട പാടുകൾ കാണാം. ചിലർ ദയനീയതോടെ, ചിലർ കൗതുകത്തോടെ, ചിലർ പരിഹാസത്തോടെ അവളെ നോക്കുമ്പോഴും അവളുടെ ചുണ്ടിലും മുറിവ് കണ്ട് പലരും പറഞ്ഞു, ഹാ, കൊടിയൻ രവി കുറെ ആഘോഷിക്കുന്നുണ്ടല്ലോ. ആ ഒരു കൂട്ടം മുഴുവൻ പറഞ്ഞു ചിരിക്കുമ്പോൾ അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ തൂക്കുപാത്രത്തിലെ പാല് മുഴുവൻ സൊസൈറ്റി കൊടുത്തിട്ട് പടിയിറങ്ങി. ഇതൊരു ശപിക്കപ്പെട്ട നാടാണ്, ഒരുപക്ഷെ ശപിക്കപ്പെട്ട നാട്ടുകാരും. അവൾ സൊസൈറ്റി പോയി തിരിച്ചു വന്നപ്പോൾ സമയം 7 മണിയായി. അവൾ നടന്നു വരുമ്പോൾ പല വീടുകൾക്ക് മുന്നിലും വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ മന്ദാകിനിയുടെ വീട്ടിൽ മാത്രം സന്ധ്യാസമയങ്ങളിൽ അന്ധകാരം തന്നെയാണ്. അവൾ അടുക്കളയിൽ കയറി ഇത്തിരി ചോറും കറിയെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഉച്ചയ്ക്കോ ഇത്തിരി ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അവൾ ആർത്തിയോടെ ചോറും മീൻകറിയും കൂട്ടി അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ഹോ, എല്ലാം തിന്ന് മുടിപ്പിക്കാൻ മാത്രമേ ഉള്ളോ? തിന്നുക, കിടന്നുറങ്ങുക, ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞവർ പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. പക്ഷേ അവൾ ആ ചോറ് ഇത്തിരി പോലും ഇല്ലാതെ മുഴുവൻ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചപ്പോൾ തന്നെ മന്ദാകിനി ഒരു കവർ കിഴങ്ങുമായി വന്നു. അത് കുറച്ച് മധുരക്കിഴങ്ങായിരുന്നു. അവർക്ക് മാത്രം എടുത്ത് പുഴുങ്ങി വെക്കാൻ പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോയി. അവൾ ആ മധുരക്കിഴങ്ങ് പുഴുങ്ങി അവൾക്ക് മാത്രം വെച്ചിട്ട് അടുക്കളയിലേക്കും വീടിനകത്തേക്കും തൂക്കലും തുടക്കലും കഴിഞ്ഞപ്പോൾ തന്നെ സമയം 11 മണിയായി. മന്ദാകിനി 9 മണിയായപ്പോഴേ കയറി കിടന്നു. എല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് കയറിയപ്പോൾ അവളൊന്ന് ദീർഘശ്വാസം വിട്ടു. രാത്രിയിൽ ഇനി ഉറങ്ങാൻ പോകുന്നത് 6 മണിക്കൂർ മാത്രമാണ്. അവൾ ജീവിതത്തിൽ ആസ്വദിക്കുന്നത് ആ ഒരു രാത്രി കാലം തന്നെയായിരുന്നു. വാതിലടച്ച് കുറ്റിയിട്ടൊന്ന് മയങ്ങി വരുമ്പോൾ രവിയുടെ വൃത്തികെട്ട മണം വരുന്നുണ്ട്. ഇത് ഇന്നൊന്നെടുത്ത് വെയിലത്തിടണ്ടായിരുന്നു, അവൾ സ്വയം മനസ്സിലാലോചിച്ചു. ഒന്ന് കണ്ണടച്ചു വരുമ്പോഴാണ് പുറത്തെ വാതിൽ ആരും മുട്ടുന്ന ശബ്ദം കേട്ടത്. അവൾ വാതിൽ തുറന്നതും മന്ദാകിനിയായിരുന്നു. എനിക്കിത്തിരി ചൂടുവെള്ളം കുടിക്കാൻ വേണം, വേഗം പോയിട്ടുണ്ട് വാ. അവൾ മയക്കത്തിലും പാതി ഉറക്കത്തിൽ അടഞ്ഞ കണ്ണുകൾ തുറന്നു വെച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി മുറിയിൽ പോയി തിരികെ വന്നു. ശേഷം ആ ഒരു കട്ടിൽ ചാരി ഒന്ന് കണ്ണടച്ചു. അപ്പോൾ തന്നെ അവൾ ഉറങ്ങിപ്പോയി. ഒരു ദിവസത്തെ ഉറക്കം അത് പലപ്പോഴും കിട്ടാത്ത ചിലർക്ക് അത് ആസ്വദിച്ച് ഉറങ്ങാനുള്ളത് തന്നെയാണ്. ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോൾ തന്നെ നേരം വെളുത്തു. 5 മണിയെന്ന് ക്ലോക്കിൽ കാണിച്ചപ്പോൾ തന്നെ 2 ചായ ഉണ്ടാക്കി ഒന്ന് അവൾക്കും പിന്നെ ഉമ്മറത്ത് നിന്ന് ചാരകസയിലിരിക്കുന്ന മന്ദാകിനിക്കും കൊണ്ടുപോയി കൊടുത്തു. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞാൽ മന്ദാകിനി അടുത്ത പണിയുമായി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മെല്ലെ മെല്ലെ ചെയ്യാൻ തുടങ്ങി. എന്തുപടി, ഇതൊക്കെ ഉണ്ടാക്കാൻ നിനക്ക് ഇത്രയും നേരം വേണോ? ഇത് മാത്രമല്ല, കുറച്ച് പണിയും കൂടെ ഉണ്ട്.
എന്ന് പറഞ്ഞിട്ട് മന്ദാകിനി പുറത്തേക്ക് പോയി. മനസ്സിൽ എന്തൊക്കെയോ പെറുപിറുക്കുമ്പോഴും പ്രാണഭയമായിരുന്നു അവളുടെ മനസ്സിൽ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വേലക്കാരി പെൺകുട്ടി ഇവിടെ തൂങ്ങി മരിച്ചിരുന്നു. കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നാണ് നാട്ടിലെ പൊതുവെയുള്ളൊരു സംസാരം. തന്റെ ജീവൻ പോയാലും സ്വന്തം വീട്ടിൽ നിന്നും ആരും ചോദിക്കാൻ വരില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. മുന്തിയ തറവാട്ടിലേക്ക് മോളെ കെട്ടിച്ചുവിട്ടതിന്റെ അന്തസ്സ് മാത്രം ആഗ്രഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും. ഏകദേശം 3 മണിയായപ്പോ ഇന്നലെ കൊണ്ടുവന്ന അതേ തൂക്കുപാത്രം എടുത്തു കൊണ്ടുവന്ന് മന്ദാകിനി ദുർഗയുടെ കയ്യിൽ കൊടുത്തു. അവൾ ക്ലോക്കിലേക്ക് നോക്കി. സൊസൈറ്റി പോകാൻ സമയമായിട്ടില്ല. ഇപ്പൊ എന്തിനായിരിക്കും ഇത് കൊണ്ടുവന്ന് തന്നത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോ, ഇന്ന് കറവക്കാരൻ വരത്തില്ല, നീ ആ തൊഴുത്തിൽ പോയി പശുവിനെ ഒന്ന് കറന്നിട്ട് പാല് കൊണ്ടുപോയി സൊസൈറ്റി കൊടുത്തിട്ട് വാ. അയ്യോ, പശുവിനെ കറക്കാനൊന്നും എനിക്കറിയത്തില്ല. അവളുടെ ആ പറച്ചിലിന് മന്ദാകിനി ഒന്ന് നോക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. 5 മണിക്ക് മുമ്പ് സൊസൈറ്റി പാല് കൊടുക്കാനുള്ളതാ, വേഗമാവട്ടെ എന്ന് പറഞ്ഞവർ മുറിയിലേക്ക് ചെന്ന് കിടക്കയിലേക്ക് ചാഞ്ഞു. അവൾ മറ്റൊരു നിവർത്തിയില്ലാതെ തൂക്കുപാത്രം എടുത്തുകൊണ്ട് തൊഴുത്തിലേക്ക് പോയി. അവൾ അതിനകത്തേക്ക് കയറുമ്പോൾ ഒരു 100 ദൈവത്തിനെ വിളിച്ചിട്ട് കരഞ്ഞിട്ടാണ് കയറുന്നത്. തൂക്കുപാത്രം എടുത്തൊരു സൈഡിലായി മാറ്റിവെച്ച് കറവക്കാരന് സാധാരണ ചെയ്യുന്നത് പോലെ ഒരു കുഞ്ഞു പാത്രം എടുത്ത് കൈ പിടിച്ച് തൊഴുത്തിലിരുന്നു. കറക്കാനായി കൈകൊണ്ട് ചെന്നതും പെട്ടെന്ന് പശു ഇടതുകാൽ വെച്ച് കൈയുടെ സൈഡിലായി ഒന്ന് തൊഴിച്ചു. ജീവൻ പോകുന്ന വേദനയായിരുന്നു. അവൾ ഒരു കൈ കൊണ്ട് മറുകൈ അമർത്തിപ്പിടിച്ചു. വേദന അത്രത്തോളം ഉണ്ടായിരുന്നു. പിന്നീട് അതിനരികിൽ നിൽക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അവൾ തൊഴുത്തിന്റെ സൈഡിലായി മാറിയിരുന്ന് കരഞ്ഞു. കൈയുടെ വേദന ആലോചിച്ചിട്ടല്ല, മനസ്സിന്റെ വേദന ആലോചിച്ചിട്ട്. അവൾ കുറച്ചുനേരം കണ്ണുകൾ അടച്ചങ്ങനെ ഇരുന്നു. താൻ ഈ ചവിട്ടുകൊണ്ട് മാറിയിരുന്നാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കാനേ പറ്റൂ എന്ന ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു. അവളൊരു പുഞ്ചിരിയോടെ, സ്നേഹത്തോടെ, കുറച്ചുനേരം ഒരു ഭയവും കൂടാതെ ആ ഒരു പശുവിന്റെ മുന്നിൽ ചെന്ന് നിന്നു. അവളെ സ്നേഹത്തോടെ വിളിച്ചു, അമ്മിണി. ഒരു കൂട്ടുകാരിയുടെ കഥകൾ പറയുന്നത് പോലെ കുറച്ചുനേരം അവൾ അമ്മിണിയുടെ കഥ പറഞ്ഞങ്ങനെ നിന്നു. തന്റെ ജീവിതവും അനുഭവങ്ങളും എല്ലാത്തിനെയും കുറിച്ചും ഒരു കൂട്ടുകാരിയോട് എന്ന പോലെ. കൂടെ അത്രയും നാൾ ആരോടും സംസാരിക്കാൻ പറ്റാതെ വീർപ്പുമുട്ടി നിന്നവൾ അമ്മിണിയോട് കഥകൾ പറയാൻ തുടങ്ങി. പറഞ്ഞു പറഞ്ഞ് ദുർഗ മുൻപേ എന്നതുപോലെ പശുവിന്റെ അരികിലായി ചെന്ന് നിന്നു. പാല് കറന്നെടുക്കുമ്പോൾ അനുസരണയോടെ നിന്നിരുന്ന അമ്മിണിയെ കണ്ടപ്പോൾ ദുർഗയുടെ കണ്ണിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. സന്തോഷത്തിന്റെ തിളക്കം. തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കഴിയുന്നത് തന്നെയാണ്. അനുഭവങ്ങൾ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം. പാല് കറന്നെടുത്ത് സൊസൈറ്റിയിൽ പോകാൻ ഒരുങ്ങുമ്പോഴാണ് അയാളുടെ വരവ്. രവി മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്. വരുമ്പോ വീട്ടുമുറ്റത്ത് കാക്കിച്ച് തുപ്പുന്നുണ്ട്. മുകളിലത്തെ ചുണ്ടിൽ തിരികെ വെച്ചിരിക്കുന്ന എന്തോ ഒന്ന് വായിൽ നിന്നും വിരലിട്ട് പുറത്തേക്ക് എടുത്ത് കളഞ്ഞു. പോകാൻ സാരി ഉടുത്ത് സുന്ദരിയായി പുറത്തേക്കിറങ്ങുന്ന ദുർഗയെ കണ്ടപ്പോ അയാൾ കണ്ടിട്ടില്ലാത്ത പോലെ ഒന്ന് തുറച്ചു നോക്കി. സ്വന്തം ഭർത്താവും നാട്ടിലുള്ളവന്മാരുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. ദുഷ്ടനാണ് അയാൾ. കിടപ്പറയിൽ പോലും തന്നെ ദ്രോഹിച്ച് ആത്മസംതൃപ്തി നേടുന്ന ഒരു യഥാർത്ഥ മാനസിക രോഗി. സൊസൈറ്റിയിൽ പോയി തിരിച്ചു വരുമ്പോൾ തന്നെ ദുർഗ നന്നായിട്ട് പേടിച്ചിരുന്നു. അയാൾ 3 ദിവസം കഴിഞ്ഞേ വരൂ എന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതിപ്പോ ഇത്രയും നേരത്തെ വന്നു. സ്വന്തം ഭർത്താവിനി എത്ര മോശമാണെങ്കിലും അയാളെ ഒന്ന് കാണണം എന്ന് പല ഭാര്യമാരും ആഗ്രഹിക്കും. എന്നാൽ രവിയുടെ നിഴൽ കണ്ടാൽ പോലും ദുർഗയ്ക്ക് ഭയമാണ്. സൊസൈറ്റിയിൽ പാല് കൊടുത്ത് തിരിച്ചു വരുമ്പോൾ തന്നെ അയാൾ തിണ്ണയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൾ ഉമ്മറപ്പടിയിൽ നിന്നും അകത്തേക്ക് കയറുമ്പോൾ അയാൾ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോറിയുടെ 3-ാം ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഥ കേട്ട എല്ലാവർക്കും നന്ദി.